നമസ്കാരം. വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സീറോ മലബാർ സഭയിൽ നിർണായക തീരുമാനം. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാർ ജോർജ് ആലഞ്ചേരിയെ മാറ്റും. ജനുവരിയിലെ സിനഡിന് മുമ്പ് രാജിവെക്കണമെന്ന് വത്തിക്കാൻ. സഭയിലെ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടെന്ന വിമർശനം. സീറോ മലബാർ സഭയുടെ പ്രാദേശിക തലവനെ മാറ്റുന്നത് ചരിത്രത്തിലാദ്യം. മുഖ്യമന്ത്രി പദവികളിൽ ചർച്ച സജീവമാക്കി BJP. 2 കേന്ദ്രമന്ത്രിമാരടക്കം 10 MP രാജിവെച്ചു. കേന്ദ്രമന്ത്രിസഭയിലും അഴിച്ചുപണിക്ക് സാധ്യത. വയനാട് എരുമക്കൊല്ലി GUP സ്കൂളിലെ കുട്ടികൾക്ക് തുണയായി കേരള വിഷൻ ന്യൂസ്. ജീപ്പ് സർവീസ് മുടങ്ങിയതിൽ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിച്ചു. വാഹന സൗകര്യം ഏർപ്പെടുത്തിയത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരത്ത് വനിതാ ഡോക്ടറുടെ ആത്മഹത്യയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശുക്ഷേമ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ഷഹനയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധനമെന്ന നിഗമനത്തിൽ പോലീസ്. നവകേരള സദസ്സിനായി വീണ്ടും മതിൽ പൊളിച്ചു. പെരുമ്പാവൂർ സർക്കാർ ബോയ്സ് സ്കൂളിന്റെ മതിൽ പൊളിച്ചത് വഴിയൊരുക്കാൻ. സ്ഥലത്ത് പ്രതിഷേധിച്ച് കോൺഗ്രസ്. നവകേരള സദസ്സ് നാളെ എറണാകുളം ജില്ലയിൽ. കോഴിക്കോട് ഫറൂഖ് കോളേജിനെതിരെ സംവിധായകൻ ജിയോ ബേബി നിയമ നടപടിക്ക്. ഫിലിം ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയെന്ന ആരോപണം. ജിയോ ബേബിയുടെ നിലപാടുകൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരെന്ന വിദ്യാർത്ഥി യൂണിയൻ.